ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇവിടെ മഴ തോർന്നിട്ടേ ഇല്ലാന്നേ. ഇത് ഞാൻ തിരുവല്ലയിലുണ്ടായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ, ഇത് വിവേകിൻ്റെ അമ്മയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ എത്ര വരെ ആയി എന്ന് നോക്കാൻ വേണ്ടി പോവാണേ. അമ്മ നടക്കുമ്പോഴേ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മയെ പതിയെ പോകും, ഞാനൊന്ന് വരട്ടെന്നേ. അമ്മയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും കാണാം, അവിടെ എത്തുന്നതും കാണാമേ. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതായിരുന്നു ആറ്റിലെ അവസ്ഥയെ. നമ്മുടെ ഈ ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആറിൻ്റെ സംഗമമാണ്. പമ്പയും അതുപോലെ തന്നെ മണിമലയും കൂടെ ചേർന്നിട്ടുള്ള സംഗമമായത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഈ കറുത്തവാവിനൊക്കെ ബലി ഇടാനൊക്കെ ദൂരേന്ന് ഒരുപാട് ആൾക്കാർ വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ആറിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കവിഞ്ഞ് ഒഴുകുന്ന രീതിയിലാണ്. നല്ല രീതിയിലുള്ള വെള്ളപ്പൊക്കമായിരുന്നേ. ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുന്നത് പമ്പ നദിയാണ്. ഇത് ഓപ്പോസിറ്റ് വരുന്നത് മണിമല. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ കുറേ ആൾക്കാരൊക്കെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അത് നമ്മുടെ ഈ ആറിൻ്റെ സൈഡിൽ നിന്നാണ് ചൂണ്ട ഇടുന്നത്. എന്നാലും നമ്മൾ ഈ സമയത്തൊക്കെ ആറ്റി പോകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അറിയാൻ വയ്യാത്ത ആൾക്കാർ ഈ വെള്ളപ്പൊക്കം ആണെങ്കിലും ഇവിടെ ഇറങ്ങുമ്പം ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെ മാത്രമേ ഇവിടേക്ക് ഇറങ്ങാവൂ കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഭയങ്കര ആഴമാണ്. നമുക്കിതിൻ്റെ ഈ ഒഴുക്ക് എങ്ങോട്ടാണെന്നോ ഇതിൻ്റെ കുഴി എങ്ങോട്ടാണെന്നോ ഒന്നും നമുക്ക് വലിയ നിശ്ചയമില്ല. അതുകൊണ്ട് ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കഴിവതും ഇറങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ അഥവാ ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള സമീപത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ കേട്ടോ. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളപ്പൊക്കം അല്ലെങ്കിലും ഇത്രയും തന്നെ ആഴമുണ്ട് കേട്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ. ഞാൻ പൊതുവേ അങ്ങനെ ആറ്റിലങ്ങനെ ഇറങ്ങാറില്ല. മണപ്പുറം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ അമ്മ വീടിൻ്റെ അവിടെ, അത് എനിക്ക് നടക്കുമ്പം മണ്ണ് കാണാവുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ, അല്ലാതെ ഞാൻ ഇറങ്ങാറില്ല. അപ്പം ഞങ്ങളിതാ വെള്ളമൊക്കെ കണ്ടു. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്സ് ആണ്. അവിടെ സ്റ്റെപ്പെല്ലാം മുങ്ങിയേ. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കണ്ട് തിരിച്ചു പോകുന്നത്. പിന്നെ അനിയനൊക്കെ വലയിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അന്നേരം അവർക്ക് കിട്ടിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.